friends, welcome back to AlanAjax Creationz. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജ്യൂസാണ്. ഈ ചൂടത്ത് എല്ലാവർക്കും ഒരു റിഫ്രഷ്മെന്റ് ആയിട്ട് നമ്മളൊരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ഇപ്പം നല്ല ചൂടൊക്കെയല്ലേ, അപ്പം നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. ഇതൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ മാങ്ങ എടുത്തോണം. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്, അത് കാരണം ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പകുതി വലിയ കുക്കുംബർ ആയിരുന്നു, അത് കാരണം ഒരു പകുതി കുക്കുംബർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പില. മാങ്ങയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയണതാണ്. മാങ്ങയിൽ നന്നായി വിറ്റമിൻ സി ഉണ്ട്. ഈ സമയത്ത് പച്ചമാങ്ങ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ചൂട് കാലത്ത് നല്ലതാണ്. പിന്നെ അതുപോലെ കുക്കുംബർ നമുക്ക് എപ്പോഴും നല്ല തണുപ്പ് തരുന്ന സാധനമാണ്. വേനൽക്കാലത്ത് കഴിക്കാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് കുക്കുംബർ. പിന്നെ ഡീഹൈഡ്രേഷൻ ഇല്ലാതെ നോക്കാനായിട്ട് നല്ലതാണ് കുക്കുംബർ. പിന്നെ കറിവേപ്പിലയ്ക്ക് ഇഷ്ടംപോലെ ഗുണങ്ങളുണ്ട്. നമ്മുടെ മുടി വളർച്ചയ്ക്കും കണ്ണിനും എല്ലാറ്റിനും നല്ലതാണ്. പിന്നെ കൊളസ്ട്രോൾ കുറയാനായിട്ടും കറിവേപ്പില ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കറിവേപ്പില തനിയെ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ്, ഇത് തന്നെ വേണമെന്നില്ല, മാങ്ങയും കുക്കുംബർ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും, കുടിക്കാനും നല്ലതായിരിക്കും. പിന്നെ കറിവേപ്പില കൊളസ്ട്രോളിന് വേണ്ടി മാത്രം കഴിക്കുമ്പോൾ കുറച്ചും കൂടി അധികം കറിവേപ്പില എടുക്കണം. ഇപ്പം ഞാനൊരു കൈപ്പിടി എടുത്തിട്ടുള്ളൂ. കൊളസ്ട്രോളിന് വേണ്ടി മാത്രം അത് കുറയാൻ വേണ്ടി കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അധികം കറിവേപ്പില 2-3 കൈപ്പിടി കറിവേപ്പില എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു കുക്കുംബറോ ഒരു ആപ്പിളോ ഓറഞ്ചോ അല്ലെങ്കിൽ ലൈമോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. കുക്കുംബർ അതിലേക്ക് കട്ട് ചെയ്തിടാം. കുക്കുംബറിൽ നന്നായി വെള്ളമുള്ളത് കൊണ്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരില്ല. അതുപോലെ ഈ മാങ്ങ നമുക്കതിലേക്ക് കട്ട് ചെയ്തിടാം. മാങ്ങ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരെണ്ണം കൂടി ഇത്തിരി വലിയത് എടുത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ നല്ല പുളിയുള്ള പുളിയമാങ്ങയാണ്, നമ്മുടെ വീട്ടിലത്തെ തന്നെയാണ്. പിന്നെ അതുപോലെ കറിവേപ്പില, വീട്ടിലത്തെ കറിവേപ്പില അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് നേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടതിന് ശേഷം ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കുക. ഇതിപ്പോൾ വീട്ടിലത്തെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിച്ചിട്ടില്ല കേട്ടോ ജ്യൂസ്, അങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ്. അരിക്കാതെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് ആ ഫൈബറെല്ലാം നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ് ഇടാം. ഇവിടെ ഐസ് അധികം വേണ്ടാത്തതുകൊണ്ട് 2 ക്യൂബ് ഇട്ടിട്ടുള്ളൂ, ചെറുത്. എന്നിട്ട് നമുക്ക് ജ്യൂസ് അതിലേക്ക് ഒഴിക്കാം. അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ വെള്ളരിക്ക, പച്ചമാങ്ങ, കറിവേപ്പില ജ്യൂസ് റെഡിയായി. ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. കുടിക്കാനും നല്ലതാണ്. കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. സൂപ്പറായിട്ട് നല്ല ജ്യൂസാണ്. അപ്പോൾ ഈ വെയിലത്തൊക്കെ എല്ലാവർക്കും കുടിക്കാനായിട്ട് നല്ലതാണ്. ചൂടൊക്കെ മാറി കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.